തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഖിലാഫത്ത് സ്ഥാനം വഹിക്കേണ്ടിയിരുന്നത് അലി റളിയല്ലാഹു അൻഹു ആണെന്നും മറ്റ് 3 ഖലീഫമാരും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനത്തെ തട്ടിപ്പറിച്ചവരാണെന്നുമാണ് ഷിയാക്കളുടെ വ്യാജവാദം. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനെ ഒന്നാം ഖലീഫ സ്ഥാനത്തേക്ക് വാദിക്കുന്നത് മൂലം മറ്റ് 3 മഹാന്മാരെയും തള്ളിപ്പറയുന്ന അവസ്ഥയാണ് ഷിയാക്കൾക്കുള്ളത്. എൻ്റെ സഹാബത്ത് മുഴുവനും നീതിനിഷ്ഠയുള്ളവരാണ്, നക്ഷത്രതുല്യരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുമ്പോഴാണ് അതിനെതിരെ ഷിയാക്കൾ ഈ വ്യാജവാദവുമായി വരുന്നത്. അതിനു പുറമെ അലി റളിയല്ലാഹു അൻഹുവിന് ഈ വിഷയത്തിൽ പറയാനുള്ള മറുപടി എന്താണ്? ഖദ്ദമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അബാ ബക്രിൻ അയ്യുസല്ലിയ ബിന്നാസി വ അന ഹാളിറുൻ ഗൈറു ഗായിബ്. ഞാൻ സന്നിഹിതനായിരിക്കെ തന്നെ ജനങ്ങൾക്ക് ഇമാമ് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻഗണന നൽകിയത് ഒന്നാം ഖലീഫ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് തന്നെയാണ്. വസഹീഹുൻ ഗൈറു മരീലിൻ. ഞാൻ രോഗബാധിതനൊന്നുമല്ല, ആരോഗ്യമുള്ളവനായിരിക്കെ തന്നെയാണ് നബി തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മുൻഗണന നൽകിയത്. വലൗ ശാഅ യുഖദ്ദിമനി ലഖദ്ദമനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്ങാനും എന്നെ മുന്തിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവിടുന്ന് തീർച്ചയായും എന്നെ മുന്തിക്കുമായിരുന്നു, മുൻഗണന നൽകുമായിരുന്നു. എന്നാൽ മുൻഗണന നൽകിയത് പിൽക്കാലത്ത് ഖലീഫ സ്ഥാനം ആദ്യമായി വഹിക്കാനിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തന്നെയാണ്. റളീന ലി ദുനിയാന മൻ റളിയല്ലാഹു റസൂലുഹു ലി ദീനിന. മതകാര്യത്തിൽ അള്ളാഹുവും റസൂലും തൃപ്തിപ്പെട്ടതാരെയാണോ ആ വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഞാനും തൃപ്തിപ്പെടുന്നു, നമ്മളും തൃപ്തിപ്പെടുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്. ബനൂ സായിദ ഗോത്രക്കാരുടെ പന്തലിൽ വെച്ച് ദിവസങ്ങൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷം സഹാബത്ത് മുഴുവനും ഏകകണ്ഠമായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസ്താവനകളെയും പ്രവൃത്തികളെയും ആധാരമാക്കി തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പ്.